ഹോസ്പിറ്റലിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇവിടെ ആംബുലൻസ് ഇല്ല. ഇപ്പോൾ ഒരു ബോഡി നമുക്കൊന്ന് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആംബുലൻസ് ഇല്ലാത്തത് കൊണ്ട് ആവശ്യമില്ലാത്ത ഡിലേ. പിന്നെ ഇവിടെ ഒരു കാര്യവും പ്രോപ്പറല്ല. നമ്മൾ ഇതിനെ ഇൻറ്റിമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ബാക്കി ആരാണ് ഇത് ചെയ്യേണ്ടത്, കോർഡിനേറ്റ് ചെയ്യേണ്ടതെന്ന് ഇവിടുത്തെ ആളുകൾക്ക് പോലും അറിയില്ല. അപ്പോൾ നിരന്തരമായി നമ്മൾ അകത്ത് കയറിയിട്ട് ഇവരോട് ചോദിക്കുക എപ്പോഴാണ്, എങ്ങനെ, ഇവിടുന്ന് ആരാ മാറ്റുന്നത്, തീരെ പ്രോപ്പറല്ല. അനാവശ്യ ഡിലേ ആണ് ഇപ്പോൾ ഈ കാര്യങ്ങൾക്ക് ഇവിടെ നടക്കുന്നത്. നമുക്ക് 4 മണിൻ്റെ ഉള്ളിൽ ഇത് പോസ്റ്റ്മോർട്ടത്തിൻ്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് പൂർത്തിയാക്കാൻ പറ്റിയാൽ 3ഉം ഇവിടെ തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് നമുക്ക് അവരുടെ വീട്ടുകാർക്ക് വിട്ടുകൊടുക്കാൻ പറ്റും. പക്ഷേ ഈ ഡിലേ, അനാവശ്യ ഡിലേ, അതാണ് ഒരു വലിയ പ്രതിസന്ധിയായിട്ട് ഇപ്പം നിലവിലുള്ളത്. കാരണം എന്താണ് എന്ന് അന്വേഷിച്ചിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, സിസ്റ്റം റെഡിയല്ല, സിസ്റ്റം പ്രശ്നമാണ്. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആംബുലൻസിന് കുറേ നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. ഇവിടെ ഇൻക്വസ്റ്റിന് പോലീസ് ഇവിടെ എത്തി. ആ കാര്യങ്ങൾ, മഹസറിൻ്റെ കാര്യങ്ങളൊക്കെ സ്പീഡായിട്ട് ചെയ്തിട്ടുണ്ട് എങ്കിലും ഇവിടെ വന്നിട്ട് ഈ ബോഡി നമുക്ക് ഇൻക്വസ്റ്റ് നടത്താൻ വേണ്ടിയിട്ടുള്ള സൗകര്യമില്ല. അപ്പോൾ അതിന് ഇവിടുന്ന് മോർച്ചറിയിലേക്ക് മാറ്റണമെങ്കിൽ ആംബുലൻസ് വേണം. ആംബുലൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ആംബുലൻസ് പുറത്ത് ഇവിടെ വന്ന് നിന്നിട്ട് ഇത് കോർഡിനേറ്റ് ചെയ്യാനുള്ള സിസ്റ്റം ഇല്ല, സംവിധാനം ഇല്ല. നമ്മൾ കാഷ്വാലിറ്റിയിൽ ഇതിൻ്റെ ചാർജുള്ള ആളോട് ചോദിച്ചിട്ട് ഞങ്ങൾക്ക് അറിയിപ്പ് കിട്ടിയില്ല, ഫോൺ വന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നിരന്തരമായിട്ട് ഈ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അനാവശ്യ ഡിലേ. ആംബുലൻസ് ഇല്ല, ആളുകളില്ല. ഇനി ഇതിനേക്കാൾ അപ്പുറം മറ്റൊരു കാര്യം പറയാനുണ്ട്. ഈ 3 പേരെയും ഇങ്ങോട്ട് അവിടെ നിന്ന് ഈ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചപ്പം ഇവരെ ഒന്ന് തിരിച്ച് കാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുപോകാൻ ആളില്ല. ഇവരുടെ അവസ്ഥ എന്താണ്, ഒന്ന് സ്ട്രെച്ചർ ഇല്ല. പലരും കൊണ്ടുവന്ന ആളുകൾ എങ്ങനെയൊക്കെയോ താങ്ങി പിടിച്ചിട്ടാണ് കാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുപോയതെന്ന് ഇവർ തന്നെ കൊണ്ടുവന്ന ആൾക്കാർ പറയാണ്. അപ്പോൾ അത്രയും വലിയ അനാസ്ഥ ഹോസ്പിറ്റൽ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. നമ്മുടെ ഗുജറാത്തി ശ്രീ വെല്യങ്ങാടിയിൽ ആ ബിൽഡിംഗ് വീണത് അതിനേക്കാൾ വലിയൊരു പ്രശ്നം. അതിൻ്റെ അടിയിൽ വിശ്രമിച്ച ആളുകളാണ് മരണത്തിൽപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ കൊണ്ടുവന്ന ആളുകൾ പറയുന്നു, ഞങ്ങൾ ഇവിടെ എത്തിയിട്ട് ഇങ്ങനെ മേലോട്ട് നോക്കി നിൽക്കുകയായിരുന്നു, ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ട് അത്യാവശ്യമായിട്ട് ഒരു രോഗിയെ കൊണ്ടുവരുമ്പം ഇവിടെ കാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുപോകാനുള്ള സൗകര്യം ഉണ്ടാവണ്ടേ, ആ സൗകര്യങ്ങൾ ഇല്ല എന്നുള്ളത് കൊണ്ടുവന്ന ആളുകൾ തീർച്ചപ്പെടുത്തി പറയാണ്. അപ്പോൾ ഇതൊക്കെ വലിയ ആശങ്കയാണ്. ഇപ്പോൾ ഞങ്ങൾ ഈ പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എത്രയും ഫാസ്റ്റ് ആക്കാൻ പറ്റുമോ ആ കാര്യങ്ങളാണ് ചെയ്യുന്നത്. എവിടേക്ക് ഡോട്ട്സ് ഫില്ല് ചെയ്യാണ്ടോ അത് സിസ്റ്റത്തിൻ്റെ തകരാറ് വലിയ രൂപത്തിൽ ഇപ്പോൾ വിസിബിളാണ്. അതെങ്ങനെ പരിഹരിക്കാൻ പറ്റുമോ ആ രൂപത്തിൽ ഞങ്ങൾ നോക്കുന്നുണ്ട്. ഇപ്പോൾ ബീച്ച് ആശുപത്രിക്കെതിരെ, അതായത് ഈ സംഭവം ഉണ്ടായി രോഗികളെ അടക്കം പരിക്കേറ്റവരെ അടക്കം എണ്ണി പറയുന്നതാണ്. അത് തന്നെയാണ് യാഥാർത്ഥ്യം. ഫാത്തിമ തേലിയ ഇപ്പോൾ ഇവിടെ ഈ ആളുകളുമായിട്ട് അവരുടെ ആവശ്യത്തിന് വേണ്ടി ആശുപത്രിയിലേക്ക് എത്തുമ്പോഴാണ് സർക്കാർ ആശുപത്രിയിലെ കുറിച്ച് പ്രശ്നങ്ങളൊക്കെ അവർ കാണുന്നത്. സ്വാഭാവികമായിട്ടും നമ്മളാണെങ്കിൽ ഇപ്പോൾ അടിയന്തരമായിട്ട് അപകടം ഉണ്ടാവുകയോ മറ്റോ ചെയ്ത ആശുപത്രിയിലേക്ക്, സർക്കാർ ആശുപത്രികളിലേക്ക് പോവുകയാണെങ്കിൽ ഇതായിരിക്കും. സ്ട്രക്ചർ ഉണ്ടാവില്ല, ആംബുലൻസ് ഉണ്ടാവില്ല. ഇതൊക്കെ നമ്മളും എപ്പോഴും കാണുന്നതാണ്.